മാർച്ച് 15-ാം തീയതി ഞാൻ അയച്ച മെസ്സേജാണ്. ഞാൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോകാമെങ്കിൽ മാത്രം നമുക്കിരിക്കാം. ഞാൻ 2020 പാർട്ടിക്ക് ഭാവിയിൽ പ്രയോജനപ്പെടുമെങ്കിൽ മാത്രം സാറിന് എന്നെ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ തള്ളിക്കളയാം. എന്തുകൊണ്ടാണ് ഒരു മാസത്തിനുള്ളിൽ നിന്ന് തന്നെ നിങ്ങളിൽ നിന്ന് അകലേണ്ടി വന്നതെന്ന സത്യങ്ങൾ സമൂഹത്തോട് പറഞ്ഞ ശേഷം ഞാനായി മുന്നോട്ട് പോകും. ജീവിതത്തിൽ പറ്റിയ വലിയൊരു തെറ്റ് സമൂഹത്തോട് മാപ്പ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഇത് മാർച്ച് 15-ാം തീയതി ഞാൻ പുള്ളിക്ക് അയച്ച മെസ്സേജാണ്. ഫെബ്രുവരി 11-ാം തീയതിയാണ് ഞാൻ ഇദ്ദേഹത്തിന്, അതായത് ഈ കൺഫർമേഷൻ പറയുന്ന സമയത്ത് ഞാൻ അന്ന് ഇദ്ദേഹത്തിന് അയക്കുന്ന മെസ്സേജ്, ഹിയർ ഐ ആം കൺഫേമിംഗ് ടു ജോയിൻ 2020 ആസ് പെർ അവർ ലാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ. പ്ലീസ് കൺഫേം ദ കൊട്ടാരക്കര അസംബ്ലി ആൻഡ് അറേഞ്ച് എ ഗ്രേറ്റ് എൻട്രി. ഇത് ഫെബ്രുവരി 11-ാം തീയതി അയക്കുന്നതാണ്. തുടർന്ന് അദ്ദേഹത്തിന് ഞാൻ പലപ്പോഴായിട്ട് ഞാൻ ചോദിക്കുന്നുണ്ട് കൊട്ടാരക്കര സീറ്റിൻ്റെ കാര്യത്തെക്കുറിച്ച്. ഇലക്ഷന് മുൻപ് തന്നെ അകന്നു. പക്ഷേ എൻ്റെ ഇനി രാജീവ് ചന്ദ്രശേഖരനും ഞാൻ ഇതേ മെസ്സേജ്, അതായത് മാർച്ച് 11-ാം തീയതി ഞാൻ രാജീവ് ചന്ദ്രശേഖരൻ അയക്കുന്ന മെസ്സേജാണ്. സാർ, ഐ ആം കറൻ്റ്ലി ഇൻ എ സിറ്റുവേഷൻ വെയർ ഐ ഫീൽ ഐ ഹാവ് ബീൻ കോട്ട് ഇൻ എ ബിഗ് ബിട്രയൽ. Even though there was a possibility for me to get a seat in Congress, the reason I decided to join 2020 was the assurance given by Sabu Jacob that Kottarakara seat would be given to me. He had clearly told me that Rajiv Etan and had agreed to give the Kottarakara seat to 2020. Now seeing what happened, I do not know whether Sabu Jacob cheated me or whether BJP cheated Sabu Jacob. All I know is that my life has been pushed into a very difficult situation. My career, my income, my credibility, my word and even my family have all been affected because of this. I can explain everything in detail when we will meet in person. I just wanted to inform you about these matters എന്ന് മാർച്ച് 11-ാം തീയതി അയച്ചു. കഴിഞ്ഞ ബുധനാഴ്ച ഈ വിഷയം ഞാൻ അദ്ദേഹത്തിന് അയച്ചു. സാർ, ദിസ് ഈസ് അഖിൽ മാറർ, ഈ സെയിം കാര്യം പറഞ്ഞുകൊണ്ട് ഞാനിത് പബ്ലിക്കായിട്ട് പറയുമെന്ന് പറഞ്ഞ് കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ അദ്ദേഹത്തെ ഈ വിഷയം അറിയിച്ചു. എനിക്ക് കൃത്യമായിട്ടുള്ള മറുപടി അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. സാബു ജേക്കബിൻ്റെ 2020 വൈസ് പ്രസിഡന്റിനോടും ഞാൻ ഈ വിഷയങ്ങൾ അവതരിപ്പിച്ചു. കാരണം അതായത് കുറേ നാളുകൾക്ക് ശേഷം ഇവർ നമ്മളെ വിളിച്ചു. ഏതാണ്ട് ഒരു 10-30 ദിവസങ്ങൾക്ക് മുമ്പാണ് തോന്നുന്നു, ഏകദേശം ഒരു മാസം മുന്നേ എന്നെ ഒന്ന് വിളിച്ച സമയത്ത് ഞാൻ പറഞ്ഞു ഞാൻ ആലോചിക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ട് നിർത്തിയതാണ്. വിളിച്ചിട്ട് നമുക്കൊന്ന് ഇരിക്കണ്ട എന്നൊക്കെ ചോദിച്ചു. അതെ, സാബു ജേക്കബ് അല്ല വിളിച്ചത്. ഞാൻ സാബു ജേക്കബിനോട് വിളിക്കുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്. ഇത് ഞാനൊരിക്കലും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പം വേണ്ട എന്ന് വെച്ച ഒരാളല്ല. ഞാൻ ഒരു കാര്യം നിങ്ങളത് കാരണം എനിക്ക് നമ്മളെ ജീവിതത്തിൽ എൻ്റെ എല്ലാ തീരുമാനങ്ങളും ഏറ്റവും മികച്ചതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൽ എന്നെ ചതിക്കപ്പെട്ട ഈ ഒരു തീരുമാനം ഒഴിച്ചാൽ, ഞാൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയം ഞാൻ സാബു ജേക്കബിന് അയച്ച മെസ്സേജ്, കട്ടയ്ക്ക് കൂടെ നിൽക്കാം, 2020 ജില്ലാ പ്രസിഡന്റായിട്ട് കൊല്ലത്തന്നെ വയ്ക്കൂ. കാര്യം പുള്ളി വിഷമിച്ചിരിക്കുകയാണെന്ന് കരുതിയിട്ടാണ് ഞാൻ അയച്ചത്. ആദ്യം ഞാൻ വിളിച്ചപ്പോൾ എടുത്തില്ല. പുള്ളി ഇനി വിചാരിച്ചു ഇനി തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ കൊണ്ട് ഞാൻ ആ മനുഷ്യൻ വിഷമിച്ചിരിക്കുകയല്ലേ, കൂടെ നിൽക്കാമെന്ന് ധൈര്യം കൊടുക്കാം, അതിനുശേഷം രാഷ്ട്രീയമായിട്ട് ചിന്തിക്കാം. അതിനുശേഷം ഞാൻ പറയുന്നു അതായത് ഈ വീടിൻ്റെ കാര്യം പറഞ്ഞ് മെസ്സേജ് അയക്കുന്നു. പുള്ളി ഒരു മറുപടി ഇടുന്നില്ല. അതുകൊണ്ട് ഇവർക്കൊരു വീട് വെച്ച് കൊടുക്കുകയാണ്, സാർ ഒപ്പം ഉണ്ടാവണം. എന്നിട്ട് ഞാൻ ആശയങ്ങൾ പറയുകയാണ്. നമ്മുടെ ടോട്ടൽ പ്രതിച്ഛായ മാറണം, ജനകീയ വിഷയങ്ങൾ നമ്മൾ ഇടപെടണം, നമുക്ക് നല്ലൊരു സോഷ്യൽ മീഡിയ ടീമിനെ ഉണ്ടാക്കണം, സ്ട്രോങ് ആയിട്ടൊരു PR വർക്ക് ചെയ്യണം, നമുക്കൊരു മീഡിയ ഉണ്ടാവണം. അങ്ങനെ ഞാൻ പല കാര്യങ്ങൾ, അതായത് സത്യത്തിനും നീതിക്കും ജനപക്ഷത്തും നിൽക്കുന്ന ഒരു സാബു ജേക്കബും 2020 പാർട്ടിയായിട്ട് നമുക്ക് വളരണം, എന്നാൽ കഴിയാവുന്ന കാര്യങ്ങൾ ഞാനും ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇതിൻ്റെ ഇടയിൽ മെസ്സേജ് അയക്കുന്നു. ഒരു റിപ്ലൈ ഇല്ല. വീണ്ടും, സാർ, പാർട്ടി ഘടകം വളർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അത് നേരത്തെ ചെയ്യണം. വിജയുടെ പാർട്ടി ഇപ്പോൾ കേരളത്തിൽ പ്രവർത്തനം ആരംഭിക്കാൻ സാധ്യതയുണ്ട്. അവർക്ക് കേരളത്തിൽ ഫാൻസ് ഉണ്ട്. അപ്പം പുതിയ നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന കുറേ പേർ അങ്ങോട്ട് പോകും. ആ നിഷ്പക്ഷരെ നമ്മുടെ കൂടെ കൂട്ടാൻ നമുക്ക് പറ്റണം. ഒരു മറുപടിയില്ല. ഇതിങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ അങ്ങോട്ട് കാര്യങ്ങൾ പറയുകയും ഒരു മറുപടി ഇല്ലാതെ വരികയും ഇപ്പുറത്ത് ധാരാളം പഴി കേൾക്കുകയും ചെയ്യുമ്പോൾ പിന്നെ എന്തിനാണ് നിൽക്കുന്നത്? ഞാനിപ്പോൾ അതാ പറയുന്നത്, ഇന്നിപ്പോൾ ഇവിടെ വീട് വെച്ച് കൊടുക്കുകയാണ്. അത് സ്വതന്ത്ര കാഴ്ചപ്പാടോടുകൂടി ഈ ഒരു അതായത് ഒരു ഫെബ്രുവരി 11 മുതൽ ഈ നിമിഷം വരെ കേൾക്കേണ്ടി വന്ന പഴിയും ബാധ്യതയും ഞാൻ പതുക്കെ എടുത്ത് താഴെ വയ്ക്കുകയാണ്. അതിനു മുമ്പ് ഫെബ്രുവരി 11 മുന്നേ ഒരു അഖിൽ ഇവിടെ ഉണ്ടായിരുന്നു. പല വിഷയങ്ങൾ ഇടപെട്ട അഖിലുണ്ടായിരുന്നു. സർക്കാരിനെതിരെ സംസാരിച്ചിട്ടുണ്ട്, കേന്ദ്രത്തിനെതിരെ സംസാരിച്ചിട്ടുണ്ട്, സംസ്ഥാനത്തിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ രാജ്യദ്രോഹ കേസിൽ പ്രതിയാക്കപ്പെട്ടിട്ടുള്ള കേരളത്തിലെ മറ്റേ സെലിബ്രിറ്റി പ്രൊഫൈൽ ഒന്നും വേണ്ട, ആദ്യത്തെ പൗരനായിരിക്കും. 152 BNS പ്രകാരം എനിക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പിണറായി വിജയനെതിരെ പറഞ്ഞതിൻ്റെ പേരിൽ എനിക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പല വിഷയങ്ങളിൽ നമുക്കെതിരെ കേസ് വന്നിട്ടുണ്ട്. ഈ സമയത്തൊന്നും തന്നെ ഞാൻ ഒരു നേട്ടം വെച്ചിട്ട് പോയ ഒരാളല്ല. നേട്ടങ്ങൾ വെച്ചിട്ട് പോകുന്നവർ മിണ്ടാറില്ല, അവർ നിശബ്ദരായിരിക്കും. എൻ്റെ സ്വതന്ത്ര കാഴ്ചപ്പാടുമായി മുന്നോട്ട് പോകുമ്പോൾ എനിക്കൊരു ഗുണം, ഇപ്പം ഞാൻ പറയും, ഇവിടെ വീട് വെച്ച് കൊടുത്താൽ സ്വാഭാവികമായിട്ടും പലരും പറയും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ടാണെന്ന്. എനിക്കൊരു രാഷ്ട്രീയ നേട്ടം വേണ്ട. ഈ പാവങ്ങളോട് ഞാൻ കൊടുത്തൊരു വാഗ്ദാനമാണ് ഇത് ചെയ്തു തരാമെന്നുള്ള കാര്യം, അത് ചെയ്തു കൊടുക്കുന്നു. അതിനുശേഷം ഇപ്പം എനിക്ക് എഴുതാനറിയാം, എനിക്ക് തിരക്കഥ എഴുതാനറിയാം, എനിക്ക് സിനിമ സംവിധാനം ചെയ്യാനറിയാം, എനിക്ക് പല ഷോകളും കൈകാര്യം ചെയ്യാനുള്ള ശേഷിയുണ്ട്. ഇതെല്ലാം വേണ്ട എന്ന് വെച്ചിറങ്ങിയ ഒരുവനെ നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം നോക്കണം. എനിക്ക് 2 പെൺമക്കളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അച്ഛന് ക്യാൻസർ ആണെന്നു, അച്ഛൻ്റെ ഒരു കണ്ണിൻ്റെ കാഴ്ച പോയി, അച്ഛൻ്റെ കാര്യം ഞാൻ നോക്കണം. അച്ഛൻ, അമ്മ, അമ്മൂമ്മ ഉൾപ്പെടെവരുടെ കാര്യം ഞാൻ നോക്കണം. ഭാര്യ, 2 പെൺമക്കൾ, ഇവരുടെ കാര്യം ഞാൻ നോക്കണം.
അങ്ങനെയൊക്കെ എനിക്ക് ഉത്തരവാദിത്തങ്ങളെല്ലാം കളഞ്ഞിട്ട് ഒരു പരിധി വിട്ടിട്ട് ഓടിപ്പോകാൻ പറ്റത്തില്ലല്ലോ. മഹാത്മാഗാന്ധി BJP നേതൃത്വത്തോട് കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ ഈ വിഷയങ്ങൾ രാജീവ് ചന്ദ്രശേഖറിന് ഡയറക്റ്റ് ഞാൻ വാട്സപ്പ് ചെയ്തിരുന്നു. അല്ലല്ല, ഞാൻ ഈ വിഷയങ്ങളും ഞങ്ങൾക്കാർക്കും പൈസ കിട്ടിയിട്ടൊന്നുമില്ല. ഇതിന്റെ പഴി ഞങ്ങൾക്ക് ചുമക്കേണ്ട കാര്യമില്ല. സ്വതന്ത്ര കാഴ്ചപ്പാടോട് കൂടിയിട്ട് ശരിയെന്ന് തോന്നുന്ന വിഷയം പലപ്പോഴും പല ആൾക്കാരും തമാശ രൂപേണ പറയാറുണ്ട് നിലപാട്. എന്നെ സംബന്ധിച്ച് നിലപാടെന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിന്റെ ശരിയാണ്. അത് ബിഗ് TV പറഞ്ഞത് ശരി, ബിഗ് TVക്കൊപ്പം, റിപ്പോർട്ടർ പറഞ്ഞ റിപ്പോർട്ടറിനൊപ്പം. തെറ്റാണെന്നുണ്ടെങ്കിൽ തെറ്റ്, ശരിയാണെങ്കിൽ ശരി. അത് മറ്റു പലർക്കും അതങ്ങനെ ആയിരിക്കാത്തതുകൊണ്ട് അവർക്ക് നമ്മളെ വിമർശിക്കാം. എനിക്കൊരു വിഷയത്തിൽ എൻ്റെ ശരിയാണ് എൻ്റെ നിലപാടെന്ന് പറയുന്നത്. ആ ശരികളുമായി മുന്നോട്ട് പോകും. വിദ്യാർത്ഥി സമരത്തെ ആദ്യ ദിവസം തന്നെ പൂർണ്ണ അർത്ഥത്തിൽ പിന്തുണച്ച ആളാണ്. അതേസമയം തന്നെ നരേന്ദ്രമോദി എടുത്ത തീരുമാനത്തെയും പൂർണ്ണ അർത്ഥത്തിൽ പിന്തുണച്ച ആളാണ്. കാരണം ജനാധിപത്യ ബോധമാണ്. അല്ലാതെ കോൺഗ്രസ് അടിയന്തരാവസ്ഥ കാലത്ത് ചെയ്ത കണക്ക് ചെയ്തില്ല. ആരുടെ ശബ്ദങ്ങളെ അടിച്ചമർത്താൻ നോക്കില്ല, ശബ്ദങ്ങളെ കേട്ടു. അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, വിദ്യാർത്ഥി സമരത്തെ ന്യായീകരിക്കുന്നു. തുടർന്ന് മുന്നോട്ട് പോകും. ഒരുപാട് സന്തോഷം.